ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സബ്സ്ക്രിപ്ഷൻ ബോക്സ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അത് ജ്വല്ലറി സബ്സ്ക്രിപ്ഷൻ ബോക്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 2 ജ്വല്ലറി ബോക്സ് ആണ്. ഫസ്റ്റത്തെ ജ്വല്ലറി ബോക്സ് വന്നിട്ട് വൈദൂര്യ ജ്വല്ലറി ബോക്സ് എന്നുള്ള ഒരു പുതിയ സബ്സ്ക്രിപ്ഷൻ ബോക്സ് ആണ്. പിന്നെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഗ്രാബ് ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ 2 ജ്വല്ലറി ബോക്സ് ആയതുകൊണ്ടാണ് ഞാൻ 1 വീഡിയോയിൽ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ജ്വല്ലറി ബോക്സ് അൺബോക്സ് ചെയ്യണത് ഇഷ്ടമാണെന്ന് അറിയാം. അതുകൊണ്ടാണ് ഞാൻ 2 ജ്വല്ലറി സബ്സ്ക്രിപ്ഷൻ ബോക്സ് ഒറ്റ വീഡിയോയിൽ ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേയായിട്ട് പാർക്കിൽ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ ഉണ്ടാവും. ആ ബെല്ലൈക്കൻ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ആക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ, ഉടനെ തന്നെ കാണാനും പറ്റുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു വൈദൂര്യ സബ്സ്ക്രിപ്ഷൻ ബോക്സ് അൺബോക്സ് ചെയ്യാം കേട്ടോ. ഇത് ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ് പാക്കേജിങ്ങിലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിനകത്ത് നിറയെ ഇതുപോലത്തെ ഉണ്ടോ കുട്ടി കുട്ടി മണികളുണ്ട്. ഈ സ്പഞ്ചിൻ്റെ മണികളുണ്ട്. ഇത് ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ. കൈ കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ജ്വല്ലറി പീസസ് കിട്ടുന്നത് ഇതേപോലത്തെ ഒരു സൂത്രത്തിനാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ഒരു കാർഡ്ബോർഡ് മീൻസ് ഹാൻഡ് റിട്ടൺ കൈ കൊണ്ട് എഴുതിയിട്ടുള്ള ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഉണ്ട്. പിന്നെ ഇതെന്താണെന്ന് ഞാൻ നോക്കിയില്ല, നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതൊരു എന്താ നോക്കട്ടെ, ഒരു മെസ്സേജ് പോലെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കൈ കൊണ്ട് ചെയ്തെടുത്തിരിക്കണതാണ്. ഒരു കാർഡ്ബോർഡ് പേപ്പറിൽ സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിച്ച് ഇരിക്കുന്നത്. ഡിയർ സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി, ജ്വല്ലറി ക്യാൻ ഷൗട്ട് ദി കൈൻഡ് ഓഫ് പേഴ്സൺ you are. Jewelry can make a girl feel good about themselves. It makes you look and feel confident in yourself എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എഴുതിയിട്ടുണ്ട്. ലവ് ഫ്രം ടീം വൈദൂര്യ. പിന്നെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാട്സപ്പ് നമ്പർ ഓൾസോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ജ്വല്ലറി പീസസ് ആണുള്ളത് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഉള്ളത് ഒരു ഇയർ പീസാണ്. ഇതെല്ലാം തന്നെ ഇങ്ങനെ സൈഡിൽ നമ്പർ ഇങ്ങനെ സ്റ്റാപ്ലർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ നമ്പറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്തുള്ളത്. ഇതിൽ മൊത്തം 9 പ്രോഡക്റ്റ് കിട്ടും കേട്ടോ. എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഞാൻ നോക്കിയിട്ട് പറയാം. 9 പ്രോഡക്ട്സ് ഉണ്ട്. ടോട്ടൽ പ്രൈസ് 868 റുപ്പീസാണ്. ഇത് നമുക്ക് കിട്ടുന്നത് 499 റുപ്പീസിനാണ്. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ഒരു ഇയർ പീസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നല്ലൊരു ഒരു സിൽവറിൻ്റെ ഒരു ലീഫ് പോലെ വന്നിട്ട് താഴത്തൊരു ഇതിനെന്താ പറയുക, മറ്റേ വൂളിൻ്റെ ഇത് സൂത്രം നമ്മൾ പണ്ട് ക്ലാസ്സിലൊക്കെ ഉണ്ടാക്കിപ്പിക്കത്തില്ലേ, ഇങ്ങനെ നെയ്തെടുക്കണത്, അതേപോലത്തെ ഒരു ഇതാണ്. നല്ല രസമുണ്ട്. ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല, ഭയങ്കര വെയിറ്റ്ലെസ് ആണ്. നമുക്ക് എന്തെങ്കിലും പറയുക, ഇങ്ങനത്തെ ഗ്രീൻ കളർ സംഭവത്തിൻ്റെ കൂടെ പെയർ ചെയ്തിടാനായിട്ട് പറ്റും. ഇതിൻ്റെ തന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കുള്ളത് ഒരു ഇയർ പീസാണ്. നല്ലൊരു സിൽവർ ഇയർ പീസാണ്. നല്ല ബ്ലാക്ക് കളറിലുള്ള ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. ഒരുപാട് വെയിറ്റ് ഒന്നും ഇല്ല. നമുക്ക് ചുരിദാറിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റും. കുർത്തീസ്, അതുപോലെ സാരി, ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഇയറിങ്സ് ആണ്. കൊള്ളാം. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട് നന്നായിട്ടുണ്ട്. ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സിനകത്ത് എല്ലാം തന്നെ ഭയങ്കര വെയിറ്റ്ലെസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേ ഗ്രാ ബോക്സിൽ ഭയങ്കര വെയിറ്റ് ആയിട്ടുള്ളതല്ലേ. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് നന്നായി സൂട്ട് ചെയ്യും. കാരണം വെയിറ്റ്ലെസ്സും ആണ്, അധികം ഒത്തിരി തൂങ്ങിക്കിടക്കണമൊന്നുമല്ല. പിന്നെ നെക്സ്റ്റ് ഇയർ പീസ് ഇതാണ്. ഇത് നല്ലൊരു ഒരു കുറച്ചൊരു ലോങ് ആണ്, എന്നാൽ ഭയങ്കര വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഗോൾഡും ഡയമണ്ടും ഒക്കെ മീൻസ് ഡയമണ്ടിൻ്റെ കല്ലുകളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഇയർ പീസാണിത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് കിട്ടുന്നത് ഒരു നെക്ക് പീസ് ആണ് കേട്ടോ. ഇത് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇതിൻ്റെ ഒക്കെ പ്രൈസൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാവേ. ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഞാൻ ഇപ്പം നോക്കുന്നില്ല, വേഗം ഷൂട്ട് ചെയ്യണം, അതുകൊണ്ടാണ് കേട്ടോ. ഇത് അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇതെല്ലാം തന്നെ ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇട്ടിട്ട് ഞാൻ ലുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ എണ്ണത്തിൻ്റെ ലുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ വരുന്ന വീഡിയോസിലായിട്ട് ഇടാം കേട്ടോ. ഇത് നല്ല രസമുണ്ടല്ലേ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട് ഇല്ലേ, സൂപ്പർ ആയിട്ടുണ്ടല്ലേ. അടുത്തത് ഇതാണ്. ഇതിനകത്ത് മിറർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു സിൽവർ കളർ, ഫുൾ സിൽവറിൽ ഇങ്ങനെ മണികളൊക്കെ ഉള്ളതാണ്. നല്ല വെയിറ്റ്ലെസ് ആണ്, ഒട്ടും വെയിറ്റ് ഇല്ല, ഭയങ്കര വെയിറ്റ്ലെസ് ആണ്. പിന്നെ മെറ്റീരിയലും അത്ര കുഴപ്പമൊന്നുമില്ല, ഒരുപാട് ചീപ്പൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഈ ഒരു സൂത്രം കുറച്ചൊരു ചീപ്പായിട്ട് തോന്നും. പക്ഷേ അല്ലാണ്ട് കംപ്ലീറ്റ് അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് ഒരു കമ്മലിൻ്റെ ഇതാണ് കേട്ടോ. അതെ, ഒരു റെഡും അതുപോലെ തന്നെ വൈറ്റും ഡയമണ്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഒരു സിൽവറുള്ള, അത്യാവശ്യം കുറച്ച് ലോങ് ആണ്.
വെയിറ്റ് ഒന്നുമില്ല, അത്ര വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. എല്ലാം വെയിറ്റ്ലെസ് ആയിട്ടുള്ളതാണ്. ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സിനകത്തുള്ള കംപ്ലീറ്റ് തന്നെ വെയിറ്റ്ലെസ് ആയിട്ടുള്ളതാണ്. പിന്നെ ഒരു കുഞ്ഞ് എന്താ പറയുക, നമുക്ക് നോർമലി വാങ്ങിക്കാൻ കിട്ടില്ലേ കടയിലൊക്കെ, ഈ അങ്ങനത്തെ ഒരു പൂവിൻ്റെ പോലത്തെ ഒരു വയലറ്റ് കളറിലുള്ള ഒരു കുട്ടിയൊരു സാധനം ഉണ്ട്. ഇതും കൊള്ളാം, നല്ലതായിട്ടുണ്ട്. പിന്നെ ഉള്ളതും ഇതും ഞാൻ ലുക്ക് ബുക്കിനകത്ത് ഇട്ടിട്ടുണ്ട്. ഈ ഒരു കമ്മലും ഇതും ഭയങ്കര വെയിറ്റ്ലെസ് ആണ്, കാണാൻ നല്ല രസമുണ്ട്. എനിക്കാണ് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനത്തെ ഓക്സിഡൈസ്ഡ് ഗോൾഡ് പോലത്തെ സംഭവങ്ങളൊക്കെ. ഇത് ആക്ച്വലി മെറ്റൽ അല്ല കേട്ടോ, എനിക്ക് തോന്നുന്നത് പേപ്പർ അല്ല, ഇത് പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ വേറൊരെണ്ണം കിട്ടിയത് ഇതാണ് കേട്ടോ, ഞാൻ ഇട്ടിരിക്കുന്ന റിങ് പോലത്തെ കമ്മല്. ഇതിനകത്തുള്ള എല്ലാം തന്നെ എനിക്ക് ഡെയിലി ഇടാൻ പറ്റുന്നതാണ്, എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കണ പോലെ ഉണ്ട്. ഡെയിലി ബേസിസിൽ ഇടാൻ പറ്റണ നല്ല രസമായിട്ടുള്ള കമ്മലാണ്. ഗ്രാ ബോക്സിലൊന്നും ഡെയിലി ഒന്നും ഇടാനായിട്ട് പറ്റില്ല, ഭയങ്കരമായിട്ട് കാത് വേദനിക്കും. പക്ഷെ ഇത് നമുക്ക് എല്ലാം ഡെയിലി ബേസിസിൽ ഇടാം. നെക്സ്റ്റ് കമ്മൽ ഇതാണ്, നല്ലൊരു ഗോൾഡൻ കളറിലെ ഗോൾഡൻ തന്നെ കല്ലുകൾ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നടുക്കായിട്ട് ഒരു ഗോൾഡൻ കളറിലൊരു മിററൊക്കെ ഉണ്ട്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാനായിട്ട്. സോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു വൈദൂര്യ സബ്സ്ക്രിപ്ഷൻ ബോക്സിനകത്തുള്ളത്. എല്ലാ പ്രോഡക്ട്സും തന്നെ യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാം വെയിറ്റ്ലെസ് ആയിട്ടുള്ള, കാണാൻ നല്ല രസമുള്ളതാണ്. എല്ലാം തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് അല്ല, എന്തെങ്കിലും ഫീഡ്ബാക്ക് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചിട്ട് പറയാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന്. എനിക്ക് എന്തായാലും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പാക്കേജിങ് കുറച്ചും കൂടെ ഒന്ന് നന്നാക്കുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും തോന്നി. ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. ഇനി അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഈ ഒരു ഗ്രാ ബോക്സിൻ്റെ അൺബോക്സ് ചെയ്യാം അല്ലേ. ഗ്രാ ബോക്സ് ഇതേപോലത്തെ നോർമലി എപ്പോഴും വരുന്ന പോലത്തെ ഇതിലാണ് വരുന്നത്. നിറയെ വൈക്കോലും അതുപോലെ തന്നെ റോസ് പെറ്റൽസ് ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി പാക്കേജിങ്ങിലാണ് വരുന്നത്. പിന്നെ അവരുടെ ഈ ഒരു സംഭവം ഉണ്ട്, എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണുള്ളത് എന്നുള്ള കാര്യം. ഇപ്രാവശ്യം എത്ര പ്രോഡക്റ്റ്സ് ആണുള്ളത്? 1 2 3 4 5 6 7 പ്രോഡക്റ്റ്സ് ആണുള്ളത്. ടോട്ടൽ പ്രോഡക്റ്റിൻ്റെ പൈസ പറഞ്ഞിരിക്കുന്നത് 1800 ആണ്. നമുക്കിത് കിട്ടുന്നത് 499 റുപ്പീസിന് സംതിങ് ആണ് കേട്ടോ. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ ഒരു ഗ്രാ ബോക്സ് നമുക്കിത് ഇതേപോലത്തെ ഒരു കവറിനകത്താണ് പ്രോഡക്റ്റ് എല്ലാം തന്നെ കിട്ടുന്നത്. നമുക്കിതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു ഇയറിങ്സ് ആണ്. ഇത് നല്ലൊരു വെയിറ്റ്ലെസ് ആയിട്ടുള്ളതാണ്. ഒരു മെറ്റൽ, ഒരു സിൽവർ അല്ല, ഒരു ബ്ലാക്ക് സിൽവർ മെറ്റലിൻ്റെ ഒരു സംഭവമാണ്. ഇത് നല്ല രസമുണ്ട്. ഇത് നല്ല വെയിറ്റ്ലെസ് ആണ്. ഇത് നമുക്ക് ചുരിദാറിൻ്റെ ഒക്കെ കൂടെ ഇടാനായിട്ട് പറ്റും. നല്ല വെയിറ്റ്ലെസ് ആയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ളതാണ്. ഇതിൻ്റെ പ്രൈസ് എല്ലാം ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. പിന്നെ ഉള്ളത് ഇത്രയും വലിയൊരു ഇയർ പീസാണ്. എനിക്കറിയില്ല ഇവരെന്തിനാണ് ഇത്രയും വലുതൊക്കെ ഇടണത്. എനിക്ക് ഇടുന്നവരുണ്ടാവുമായിരിക്കും, പക്ഷെ ഇത് എൻ്റെ കഴുത്ത് കുഞ്ഞിതായിട്ടാണ് തല, എനിക്കിടുമ്പോൾ ഇത് ഇവിടം വരെ വന്ന് കിടക്കും ഇത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ കൊടുക്കാം. ഇതും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. മയിലിങ്ങനെ തല വിടർത്തി നിൽക്കുന്ന പോലത്തെ ഒരു ഡിസൈനൊക്കെ ഉണ്ട്. ഒരു കുഞ്ഞു മണിയും പിന്നെ ഫുൾ ഇതേപോലത്തെ ഒരു ക്ലിങ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാണാനൊക്കെ നല്ല രസമുണ്ട്, പക്ഷേ ഇടാനായിട്ട് അത്ര ഒരു സുഖമില്ല. പിന്നെ നമ്മുടെ നെക്സ്റ്റ് പീസ് ഒരു മാലയാണ് കേട്ടോ. ഈ മാല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം. ചുരിദാറിൻ്റെ ആണെങ്കിലോ സാരിയുടെ ആണെങ്കിലോ ഈ മാല നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നല്ലൊരു മിറർ വർക്കൊക്കെ കൊടുത്തിട്ട് ഒരു മജന്ത കളറിലെ ഈ ഒരു നൂലൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഈ മാല അടിപൊളിയായിട്ടുണ്ട്, നല്ലൊരു രസമായിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്കൊരു ഇയർ പീസാണ്. ഇത് നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ്. റെഡ്, അതുപോലെ പിങ്ക്, ഗ്രീൻ, ഓറഞ്ച് എല്ലാ കളേഴ്സും ഇതിലുണ്ട്. കുറച്ചൊരു വെയിറ്റ് ഉള്ളതാണ്, എന്നാലും ഇടണേന് കുഴപ്പമൊന്നുമില്ല. സോറി, ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ. ഇത് ഇത്രയും ഉണ്ടാവും ഇടുകയാണെന്ന് വെച്ചാൽ. നമുക്ക് എന്തെങ്കിലും ട്രഡീഷണൽ വേണ്ട കൂടെ ഇടാം, വേണമെങ്കിൽ വെസ്റ്റേൺ വേണ്ട കൂടെ വരെ പെയർ ചെയ്ത് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജ്വല്ലറി പീസാണ്. പക്ഷേ നല്ല വെയിറ്റ് ഉണ്ട്. നമുക്ക് എൻ്റെ കാതിലിട്ട് കാത് നന്നായി തൂങ്ങിപ്പോവും. പക്ഷേ നീളം കുറവാണ്, കുഴപ്പമില്ല, നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള നിറയെ മണികളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു സിൽവർ കളറിലെ. ഇതും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് അത്ര വെയിറ്റ് ഇല്ല കേട്ടോ, എന്നാലും കുറച്ച് വെയിറ്റ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല കമ്പാരിറ്റീവ്ലി മറ്റേത് വെച്ചിട്ട്, അത്ര വെയിറ്റ് ഒന്നുമില്ല. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഒരു പ്രോഡക്റ്റ്, സോറി കേട്ടോ, ഒരെണ്ണം ഞാൻ ഓൾറെഡി ഇത് ഇട്ട്, അതുകൊണ്ടാണ് ഇത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒരു ഡയമണ്ടിൻ്റെ ഒരു കമ്മലാണ്, നല്ല രസമുണ്ട്. ഇത് നമുക്ക് ഡെയിലി ബേസിസിൽ ഇടാൻ പറ്റും. വളരെ കുഞ്ഞിതായിട്ടുള്ള നല്ല ഇതിൻ്റെ കല്ലിങ്ങനെ നന്നായിട്ട് തിളങ്ങുന്ന കല്ലാണ്. ഇതിന് നല്ലൊരു തിളങ്ങുന്ന കല്ലായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്.
പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇതേപോലത്തെ ഒരു കുഞ്ഞൊരു പൗച്ചിനകത്താണ് കിട്ടുന്നത്. ഇത് ഏറ്റവും എനിക്ക് ഈ ഒരു ബോക്സിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണിത്. ഒരു മാലയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കമ്മലും ഉണ്ട് കേട്ടോ. മാല അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. നമുക്ക് സാരീൻ്റെ ഒക്കെ കൂടെ ഇടാനായിട്ട് പറ്റും. ഇപ്പം ഇട്ട് കാണിക്കുന്നില്ല. ഇത് ഞാൻ എൻ്റെ ലുക്ക് ബുക്കിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുള്ള മാലയാണ്. നല്ലൊരു വെയിറ്റും ഉണ്ട്. ഇത് നല്ലൊരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ഈ ഒരു മാലയാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മാലയാണ്. പിന്നെ ഇതിൻ്റെ തന്നെ കമ്മലും ഉണ്ട് കേട്ടോ. കമ്മലും ഇതുപോലെ നല്ലൊരു രസമുണ്ട് കാണാൻ. ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല, ഒരുപാട് ഭയങ്കര ആഡംബരമായിട്ടുള്ളതൊന്നുമല്ല. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള നല്ല രസമായിട്ടുള്ളതാണ്. ഒരു കുഞ്ഞു കമ്മലും ഉണ്ട്. സോ അപ്പോൾ ഇന്നത്തെ ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. പിന്നെ ഒരു വീഡിയോയിലെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം കാണിച്ചിരുന്ന ബോക്സിന് വാങ്ങിക്കേണ്ട രീതിയൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. പിന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ കൂടെ ചെയ്തേക്കാം. ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ കൂടെ ഒന്ന് പറയാം. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. സോ അപ്പോൾ എന്തായാലും ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.